എല്ലാവർക്കും നമസ്കാരം. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഏറ്റവും പുണ്യകരമായുള്ള വ്രതങ്ങളിലൊന്നാണ് ഏകാദശി. അതിൽ തന്നെ ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന കാമത ഏകാദശി സവിശേഷമായ പ്രാധാന്യമാണ് ഉള്ളത്. കാമത എന്നാൽ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതാണ് എന്നർത്ഥം. അറിയാതെ ചെയ്തു പോയ പാപങ്ങളിൽ നിന്നും മുക്തി നേടാനും മനസ്സിനെ ശുദ്ധീകരിച്ച് ആഗ്രഹ സാഫല്യം നേടാനും സഹായിക്കുന്ന ഈ വ്രതം എങ്ങനെ അനുഷ്ഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നുള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. കാമത ഏകാദശി കേവലം ഒരു ഉപവാസമല്ല, മറിച്ച് അതൊരു ആത്മീയ യാത്രയാണ്. ബ്രഹ്മഹത്യ പോലുള്ള വലിയ പാപങ്ങൾ പോലും ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ ഇല്ലാതാകുമെന്ന് പുരാണങ്ങൾ പറയുന്നു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും മനസ്സിന് സമാധാനം നൽകാനും ഏകാദശി വ്രതം സഹായിക്കുന്നു. ഈ വർഷം കാമത ഏകാദശിക്കൊപ്പം വാമന ദ്വാദശി കൂടി വരുന്നത് ഇതിൻ്റെ ഒരു പുണ്യം ഇരട്ടിയാകുന്നു. വ്രതം എങ്ങനെ എടുക്കണം അത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. അതായത് ദശമി ദിവസം നമ്മൾ തുടങ്ങണം. വ്രതം തുടങ്ങുന്നത് ഏകാദശിയുടെ തലേ ദിവസമായ ദശമിയിലാണ്. ദശമി ദിവസം പകൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച്, അതായത് ഒരിക്കലെടുത്ത് മനസ്സിനെ വ്രതത്തിനായിട്ട് തയ്യാറെടുക്കണം. രാത്രി ലഘുഭക്ഷണം മാത്രം കഴിക്കുക. അതുപോലെ തന്നെ ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് സ്നാനം ചെയ്ത് കുളിച്ച് നല്ല വൃത്തിയായിട്ട് ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് ഭഗവാന്റെ വിഷ്ണുനാമം എല്ലാം ചൊല്ലി, വിഷ്ണു സഹസ്രനാമം നിങ്ങൾക്ക് ചൊല്ലുന്ന രീതിയിലുള്ള മന്ത്രങ്ങളെല്ലാം ചൊല്ലി ഭഗവാനെ ധ്യാനിച്ച് വ്രതം ആരംഭിക്കണം. നല്ല മനസ്സോടെ തന്നെ നമ്മളിത് തയ്യാറെടുക്കണം. അതുപോലെ ഭക്ഷണകാര്യത്തിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് പച്ചക്കറികൾ മാത്രം എടുത്തുകൊണ്ട് മാത്രം വ്രതം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പൂർണ്ണമായും ഉപവസിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പക്ഷേ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പലർക്കും അങ്ങനെ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തവർക്ക് വെള്ളം മാത്രം കുടിച്ചോ, അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ കഴിച്ചോ, ഫ്രൂട്ട്സൊക്കെ കഴിച്ചോ, അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് വ്രതം എടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണമായിട്ടുള്ള ശുദ്ധി വേണം. അതായത് പീരീഡ്സ് പാടില്ല. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ബ്രഹ്മചര്യം അത് നോക്കണം. പിന്നെ മദ്യപാനം, അങ്ങനെയുള്ള പുകവലി അതൊന്നും പാടില്ല. ഇറച്ചി മീനൊന്നും കഴിക്കാൻ പാടില്ല. ഏകാദശി ദിവസം അരിയാഹാരവും മറ്റ് ധ്യാനങ്ങളും പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഉള്ളി, വെളുത്തുള്ളി തുടങ്ങിയ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വ്രതം എടുക്കുമ്പോൾ കേവലം ഭക്ഷണം ഒഴിവാക്കിയാൽ മാത്രം പോരാ, ചില കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ദിവസം മുഴുവനും വിഷ്ണുവിൻ്റെ നാമങ്ങൾ ജപിക്കണം. വ്രതം എടുത്തിട്ട് കാര്യമില്ല, നാമം ജപിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഓം നമോ നാരായണ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമമൊക്കെ ചൊല്ലുന്നത് അതീവ പുണ്യകരമാണ്. പിന്നെ ഏകാദശി ദിവസം തുളസിക്ക് വെള്ളം ഒഴിക്കുന്നതും തുളസി തറയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നതും നല്ലതാണ്. എന്നാൽ ഏകാദശി ദിവസം തുളസികൾ പറിക്കാൻ പാടില്ല കേട്ടോ. അതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 2026 കാമത ഏകാദശി തിഥി വരുന്നത് 2026 മാർച്ച് 28 ശനിയാഴ്ച രാവിലെ 8:45 തുടങ്ങും. ഏകാദശി തിഥി അവസാനിക്കുന്നത് 2026 മാർച്ച് 29 ഞായറാഴ്ച രാവിലെ 7:46 കേട്ടോ. ഉദയതിഥി അനുസരിച്ച് കാമത ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് 2026 മാർച്ച് 29 ഞായറാഴ്ചയാണ്. ഹരിവാസയുടെ സമയം അതായത് മാർച്ച് 29 വെളുപ്പിന് 2:01 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് സമയം വരുന്നത്. പാരണ വിടേണ്ട സമയം, അതായത് വ്രതം അവസാനിപ്പിക്കേണ്ടത് മാർച്ച് 30 തിങ്കളാഴ്ച രാവിലെ 6:23 7:09 ഇടയിലുള്ള സമയത്താണ്. അപ്പോൾ ഈ വർഷം കാമത ഏകാദശിയും വാമന ദ്വാദശിയും ഒരുമിച്ച് വരുന്നു എന്നത് ഈ ദിനത്തിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിക്കുന്നു. അപ്പോൾ വ്രതം അനുഷ്ഠിക്കുന്നവർ തലേ ദിവസം മാർച്ച് 28 ദശമി ദിവസം അതായത് മുതൽ തന്നെ ഒരിക്കലെടുത്ത് വ്രതം ആരംഭിക്കേണ്ടതാണ്. കാമത ഏകാദശിയുടെ ഒരു ഐതിഹ്യം പറയാം. കാമത ഏകാദശിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു കഥ വരാഹ പുരാണത്തിലുണ്ട്. കുബേരൻ്റെ സഭയിലെ ഗായകൻ ലളിതനും പത്നി ലളിതയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥയാണിത്. ഒരിക്കൽ പാടിക്കൊണ്ടിരിക്കെ പത്നിയോർത്ത് പാട്ടിൽ തെറ്റുവരുത്തിയ ലളിതനെ കുബേരൻ പിശാചായി മാറാൻ ശപിച്ചു. ഭർത്താവിൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ലളിത ശൃംഗി മഹർഷിയെ അഭയം പ്രാപിച്ചു. മഹർഷിയുടെ ഉപദേശപ്രകാരം അവൾ കാമത ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ആ പുണ്യം ഭർത്താവിന് നൽകുകയും ചെയ്തു. ഇതിലൂടെ ലളിതത്തിന് ശാപമോക്ഷം ലഭിക്കുകയും അദ്ദേഹം പഴയ രൂപം തിരിച്ചു പിടിക്കുകയും ചെയ്തു. അപ്പം നമുക്ക് പാപനാശം അകറ്റാനായിട്ട് ഈ ഏകാദശി ദിവസം കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതായത് നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ബ്രഹ്മഹത്യ പോലുള്ള ഘോര പാപങ്ങളിൽ നിന്നും പോലും മുക്തി നൽകാനായിട്ട് ഈ വ്രതത്തിൽ കരുത്തുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് ഏത് രീതിയിലുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും നമ്മൾ ഭക്തിയോടെ ഈ വ്രതം അനുഷ്ഠിച്ചാൽ ന്യായമായ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ വിഷ്ണു സാധിച്ചു തരുന്നുവെന്നാണ് വിശ്വാസം. പിന്നെ പുതുവർഷത്തിലെ ആദ്യ ഏകാദശി, അതായത് ഹിന്ദു ചന്ദ്രവർഷം ആരംഭിച്ചതിന് ശേഷം വരുന്ന ആദ്യത്തെ ഏകാദശിയാണിത്. അതിനാൽ തന്നെ ഇതിന് വലിയൊരു ആത്മീയ പ്രാധാന്യമുണ്ട്.
അനുഷ്ഠാന രീതി എന്ന് വെച്ചാൽ പൂർണ്ണമായ ഉപവാസമോ അല്ലെങ്കിൽ ഒരിക്കലെടുത്തോ നമ്മൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചോ മാത്രം വ്രതം തുടങ്ങാൻ ശ്രമിക്കണം. മനസ്സും ശരീരവും ശുദ്ധമായി സൂക്ഷിക്കുക, വിഷ്ണുവിനെ ധ്യാനിക്കുകയും നാമജപങ്ങൾ അതായത് വിഷ്ണു സഹസ്രനാമം പോലുള്ളവ നടത്തുകയും ചെയ്യണം. ദ്വാദശി ദിവസം കൃത്യമായ സമയത്ത് തന്നെ പാരണ വീട്ടിട്ട് ഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കണം. ചുരുക്കത്തിൽ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ തിരുത്തി ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിക്കാനും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പുണ്യദിനമാണ് ഈ കാമത ഏകാദശി. കാമത ഏകാദശി ദിവസം ആഗ്രഹ സാഫല്യത്തിനായിട്ട് നമുക്ക് ചെയ്യാവുന്ന സവിശേഷമായിട്ട് ചില വഴിപാടുകളുണ്ട്. ആചാരങ്ങളും കുറച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഭക്തിയോടെ ഇവ ചെയ്യുന്നത് ഫലസിദ്ധിക്ക് ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് പലരും ചോദിക്കുന്ന എന്ത് വഴിപാടുകളാണ് ഏകാദശി ദിവസം ചെയ്യേണ്ടതെന്ന്. അപ്പോൾ വിഷ്ണു സഹസ്രനാമ അർച്ചന അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. കാമത ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയുള്ള അർച്ചന നടത്തുന്നത് ഏറ്റവും വലിയൊരു വഴിപാടാണ്. ഓരോ നാമത്തിലും ഭഗവാന് തുളസി ദളങ്ങൾ അർപ്പിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാനും ആഗ്രഹങ്ങൾ നടക്കാനും സഹായിക്കും. അതുപോലെ തന്നെ പാലഭിഷേകവും വെണ്ണ നിവേദ്യവും. ഭഗവാൻ മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണനോ പാലഭിഷേകം നടത്തുന്നതും വെണ്ണ നിവേദിക്കുന്നതും വളരെ വിശേഷമാണ്. ഇത് മനസ്സിന് ശാന്തിയും കുടുംബത്തിൽ ഐശ്വര്യവും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. അതുപോലെ തുളസി പൂജയും മാലയും. തുളസിമാല ഭഗവാന് സമർപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഭഗവാന് തുളസിമാല സമർപ്പിക്കുന്നത് ആഗ്രഹ പൂർത്തീകരണത്തിന് ഏറ്റവും ലളിതവും ഫലപ്രദമായിട്ടുള്ള മാർഗമാണ്. പിന്നെ തുളസി നനയ്ക്കുന്നത്. വൈകുന്നേരം തുളസി തറയിൽ നെയ്വിളക്കൊക്കെ കൊളുത്തി 11 തവണ പ്രദക്ഷിണം വയ്ക്കുന്നതും വഴിപാടായി തന്നെ കണക്കാക്കാം. അത് ഏറ്റവും നല്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം മഞ്ഞ വസ്ത്രം സമർപ്പിക്കുക. വിഷ്ണു ഭഗവാന് പ്രിയപ്പെട്ട മഞ്ഞയാണല്ലോ. അപ്പോൾ വ്രത ദിവസം ഭഗവാന് മഞ്ഞപ്പഴം സമർപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മഞ്ഞ വസ്ത്രം ധരിച്ച് പ്രാർത്ഥിക്കുന്നതോ സൗഭാഗ്യങ്ങൾ നൽകുമെന്നാണ് പറയുന്നത്. പിന്നെ ദീപദാനം, നെയ്വിളക്ക്. ക്ഷേത്രത്തിലോ വീട്ടിലോ ശുദ്ധമായ പശുവിൻ നെയ്യ് ഉപയോഗിച്ച് ദീപം തെളിയിക്കുന്നത് അജ്ഞാനമാകുന്ന ഇരുട്ട് നീക്കി ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഇത് ദീപദാനം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി. കാര്യസിദ്ധിക്കായിട്ട് ക്ഷേത്രങ്ങളിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നത് ഉത്തമമാണ്. തൊഴിൽ തടസ്സങ്ങൾ മാറാനും സാമ്പത്തിക അഭിവൃദ്ധിക്കുമായിട്ട് ഇത് സാധാരണയായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ അന്നദാനം അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ. ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നതോ ദരിദ്രർക്ക് വസ്ത്രമോ ഭക്ഷണമോ നൽകുന്നതോ വഴിപാടായി തന്നെ കണക്കാക്കാം. ഇത് പണ്ട് ചെയ്ത പാപങ്ങളെ പോലെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ ആഗ്രഹങ്ങൾ നടക്കാൻ ചൊല്ലേണ്ട മന്ത്രം ഏതാണെന്ന് ഞാൻ പറയാം. വ്രത ദിവസം ഞാൻ പറയുന്ന മന്ത്രങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ജപിക്കാം കേട്ടോ. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് നല്ലതാണ്. പറ്റുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ എന്ന് 108 പ്രാവശ്യം ജപിക്കുന്നത് നല്ലതാണോ. പറ്റുന്ന അത്ര രാമായണം പാരായണം ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ വഴിപാടുകൾ കഴിക്കുന്നതിനോടൊപ്പം നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുകയും മറ്റുള്ളവരോട് ദേഷ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് വ്രതഫലം പൂർണ്ണമായിട്ട് ലഭിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ കാമത ഏകാദശി വ്രതം നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സൗഭാഗ്യം തരുന്ന ഒരു വ്രതമാണ്. അപ്പം നല്ല രീതിയിൽ നൊയമ്പെടുത്ത് നല്ല രീതിയിൽ ഭഗവാനെ ധ്യാനിച്ചാൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും അതുപോലെ നിങ്ങൾ ചെയ്ത പാപങ്ങൾ മാറാനായിട്ട് ഈ ഒരൊറ്റ ഏകാദശി വ്രതം കൊണ്ട് തന്നെ സാധിക്കും. അപ്പോൾ ഈ ഒരു കാമത ഏകാദശി വ്രതം എല്ലാവരും എടുക്കുക. എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെറിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്ത തവണ ഇതിൽ നല്ല വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.